ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മക്കളുടെ ടിഫിൻ ബോക്സിലേക്ക് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കാവ. കുറേ ആയില്ല നമുക്ക് കണ്ടിട്ട്. ഞാനധികം ഇപ്പോൾ ഫുൾ വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റലില്ല. കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. എനിക്കിപ്പോൾ അൽഹംദുലില്ലാ 8 മാസമെല്ലാം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഇടാതിരിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഷോർട്സ് എല്ലാം ഞാൻ അപ്ലോഡ് ആക്കലുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒരു ലൈക്കോ ഒരു കമൻറ്റോ എന്തായാലും ഒന്ന് ഇടണവേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ വീഡിയോ കുറച്ചാളിലേക്കെങ്കിലും എത്തുന്നത്. അങ്ങനെ എത്തുന്ന ടൈമിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ വീഡിയോ ഇടാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ എടുക്ക് വരാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം കണ്ടെങ്കിലാണ്. പിന്നെ മക്കൾക്ക് സ്കൂളിലുള്ള ദിവസമാണ് കാലത്ത് പത്തലും അതേപോലെ നെയ്യും പഞ്ചസാരയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒപ്പിച്ചിട്ട് സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട്. അവർക്ക് ടിഫിൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിട്ട് ജമ്മു UKG ആയതുകൊണ്ട് തന്നെ അവൾക്ക് കാലത്തെ പോകണ്ട. മദ്രസയിലൊന്നും ഇപ്പോൾ ചേർക്കാത്തതുകൊണ്ട് 9:30 മണിക്കാണ് ഓളെ വണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓളെ വണ്ടി ആൻറ്റി അങ്കിൾ ആരെങ്കിലും ഒരാൾ ഓഫീസിൽ കൊടുക്കും ഫുഡ് ഓളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ചെയ്യൽ. എനിക്ക് കാലത്ത് അധികം അങ്ങനെ ഉണ്ടാക്കാനിപ്പോൾ തീരെ പറ്റലില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലത്ത് തന്നെ നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കലും ഇപ്പം ഒന്നിനും ഒരു പറ്റാത്തൊരു സമയമല്ലേ. പിന്നെ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഫുഡെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം അല്ലെങ്കിൽ രാവിലെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ ഓരോ കയ്യിൽ തന്നെ കൊടുക്കലുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ ഓറയിൽ കൊടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇപ്പോൾ ജമ്മു പോകുമ്പോഴത്തേക്ക് ജമ്മുവിന് നമുക്ക് റെഡിയാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഫുഡും റെഡിയാകണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് സാമ്പാറും ചോറും ഇങ്ങനെ കച്ചമ്പറില്ലേ നമ്മളെ അതെല്ലാം നല്ല ഇഷ്ടമാണ് ഇവർക്ക്. അത് നല്ല രസമല്ലേ വീക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അതെല്ലാം ചോറ് കാലത്ത് തന്നെ കുക്കറിലേക്ക് ഇഴിച്ച് വെച്ചിന്. സാമ്പാറിൻ്റെ ഞാൻ അധികം ഈ ഒരു സാമ്പാറിനാണ് ഉണ്ടാക്കൽ. മത്തനും മുരിങ്ങക്കോല് ചെറിയൊരു പീസ് പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കുഞ്ഞി തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയെല്ലാം ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം വറുത്തിട്ട് തേങ്ങ വറുക്കില്ല. തേങ്ങ അങ്ങനെ പച്ച തന്നെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ആ ഒരു സാമ്പാർ. ഞാനിപ്പോൾ അധികവും അതേ സാമ്പാറാണ് ഉണ്ടാക്കൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണത്. അങ്ങനെ നമ്മൾ പച്ചക്കറി വേവുന്ന ടൈമുണ്ട് കക്കരിയില്ല അത് ഇതുപോലെ ചെറുങ്ങനെ കട്ടാക്കി അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് കുറച്ച് ഉപ്പ് വിനിഗർ അല്ലെങ്കിൽ ലെമൺ അങ്ങനെ അത് പിഞ്ഞ് വെച്ച് അതും സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിന്. ഇനി ഈ ഒരു പച്ചക്കറി വേവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ഇനിയിലേക്ക് ചെറിയ ജീരകം അതേപോലെ തന്നെ ഉഴുന്നില്ലേ അത് ഉലുവ പിന്നെ പൊട്ടുകടലല്ലേ അത് പിന്നെ കൊത്തമ്പരി മുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കും. അധികം കരിഞ്ഞു പോകണ്ട. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിചാരിക്കലുണ്ട് ഇത് ഫുൾ റെസിപ്പി ഇടണം എന്നല്ല. എനിക്ക് എപ്പോഴും പറ്റലൊന്നുമില്ല. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈസിയാണ് ഉണ്ടാക്കാൻ. 1 ടീസ്പൂൺ ജീരകം ബാക്കിയെല്ലാം 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കും. ഒരു 5-6 ഉണക്കമുളക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് തേങ്ങ വേണം. തേങ്ങ ചെറിയതുണ്ടായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുപോലെ കൊട്ടളിക്കുക തേങ്ങയില്ലേ അത് ഒരു ചെറിയ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ പോലെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 പൊടി എടുത്തിട്ട് ഒന്ന് ചൂടാറിയിട്ടാകുമ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ല മഷി പോലെ അരക്കണം എന്നില്ല. ചെറിയൊരു തരി പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നമ്മളെ പച്ചക്കറിയെല്ലാം വന്നിട്ടിന്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിന്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു അരപ്പില്ലേ അതൊന്ന് അരച്ചെടുത്തുകയും ചെയ്തിന്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കണക്കിന് വെള്ളവും ഉപ്പും പുളിയും അതേപോലെ തന്നെ ചെറിയ പീസ് വെല്ലം അതാണ് ഈ ഒരു സാമ്പാറിൻ്റെ ഹൈലൈറ്റ് എറിയുന്നത്. ശരിക്കും ഉടുപ്പി സ്റ്റൈൽ സാമ്പാറില്ലേ അത് തന്നെയാണിത്. ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടൽ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇത് ഉണ്ടാവൽ. കട്ടി വേണ്ട അധികം. അതുകൊണ്ട് തന്നെ പരിപ്പ് ഞാൻ അധികം ഇട്ട് കൊടുക്കലില്ല. ഇതില്ലേ നമ്മളെ മറ്റേ ദോശ ഇഡലിക്കെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അരപ്പെല്ലാം നല്ലോണം തളിച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു പീസ് വെല്ലം ഇട്ട് കൊടുക്കാം. അപ്പോൾ വെല്ലം എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചില സമയത്ത് എൻ്റെ കയ്യിൽ വെല്ലം ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കലുണ്ട്. വെല്ലമാണ് നല്ലത്.
അപ്പുറത്ത് ഞാൻ കടു പൊട്ടിക്കാനുള്ള എണ്ണയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ ടൈമിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ മോളും എണിച്ചിട്ട് വന്നിട്ട് ചില സമയത്ത് നല്ല മുടിയിലുണ്ടാവും, ചില സമയത്ത് തീരെ മൂടുണ്ടായില്ല അവൾക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു കരച്ചിലോടെയാണ് എണിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് എടുത്തിട്ടോളൊന്ന് സമാധാനിപ്പിച്ചിട്ട് അപ്പുറമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, നേരെ നിന്നോളും. അങ്ങനെ നമ്മളെ സാമ്പാറിലേക്കുള്ള കടുവലൊട്ടിച്ചിന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിന്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വന്നത് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് ഈ ഒരു ടൈമിൽ ഉപ്പും നോക്കിയിട്ട് ഉപ്പും കുറവുണ്ടെങ്കിൽ കണക്കിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മിലേക്ക് വെല്ലവും പുളിയെല്ലാം ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ചെറിയൊരു താള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയവേ, ഞാൻ ഇൻഷാല്ലാ ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഇനി നമുക്ക് 3 നാൾ ടിഫിൻ ബോക്സും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. നമ്മൾ ഐറ്റംസ് എല്ലാം റെഡി ആയിന്, ചോറെല്ലാം നല്ല വെന്ത് കറക്റ്റായിട്ട് വന്നിന്. അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രമാകുമ്പം നമുക്ക് പ്രശ്നമില്ലല്ലോ ചൂടോടെ ഇട്ട് കൊടുക്കുന്നതിന്. ഇനി ഇത് എന്താക്കും, കുറച്ച് സമയം ഒന്ന് തുറന്ന് വെക്കും, ചെറുങ്ങനെ ഒന്ന് ചൂടാറിയിട്ടാവുമ്പോൾ അടിച്ചു വെക്കും. സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ട്, ഞാനിപ്പോൾ ചൂടോടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെക്കും, ചെറുതായിട്ടൊന്ന് ചൂടാറിയ ടൈമിൽ അടച്ചു വെച്ചാൽ മതിയല്ലോ. പിന്നെ ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ആണെന്ന് പറയുമ്പോൾ തന്നെ പേടിയാന്ന്. ചില സമയം ഒന്നും കഴിയാത്ത സമയമാണ്, കാലുവേദനയും കാല് നിലത്ത് കുത്താൻ പോലും പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയെല്ലാമാണ്. അപ്പോൾ വിചാരിക്കും വെറുതെ എങ്ങനെ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നില്ല. അൽഹംദുലില്ലാ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടാ. നേരെ എനിക്ക് പറ്റുന്ന പോലെയെല്ലാം അവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും മക്കൾ രാവിലെ പോകുന്നതല്ലേ, പിന്നെ അവർ വരുമ്പം വൈകുന്നേരമെല്ലാം ആവുമല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് നേരെയുള്ള ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. നമ്മൾ ഉച്ചക്ക് ഇങ്ങനെ നല്ല എന്തെങ്കിലും നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിക്കും റബ്ബെ അവർക്ക് നേരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടാലോ എന്നിട്ട് എനിക്ക് എന്തോ ഒരു പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് ഞാൻ നേരെയാക്കിയിട്ട് കൊടുക്കാൻ നോക്കലുണ്ട്. ചില സമയത്ത് ജിമ്മ് പോകുമ്പോഴും റെഡി ആയില്ല. ആ ഒരു ടൈമെല്ലാം ആണെങ്കിൽ, അങ്ങനത്തെ എല്ലാം സിറ്റുവേഷൻ ആണെങ്കിൽ സ്കൂൾ അടുത്ത് തന്നെയാണ്. ഒരു 12 മണിയാകുമ്പോൾ അല്ല 12:30 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് റെഡിയാക്കിയിട്ട് ഓട്ടോയിൽ കൊടുത്തയക്കും. അങ്ങനെയെല്ലാമാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അങ്ങനെ ജമ്മുവിനെ സ്കൂളിലേക്കെല്ലാം അയച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പത്തൽ ചുട്ടിട്ടുണ്ടായത്. മക്കൾക്ക് രാവിലെ ചുട്ടിട്ടുണ്ടായിന്, കുറച്ച് ചുട്ടിട്ടുണ്ടായതാണ്. ബാക്കിയുള്ള പത്തൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അതും ചുട്ടിട്ട് ഞാനും ഉമ്മാവും ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ ദുആ മോൾക്കുള്ള ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കക്കിരി ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കച്ചമ്പറും എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന്. പിന്നെ നാടൻ മുട്ടയുണ്ടായിന്, അപ്പോൾ അതും അങ്ങനെ പൊങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ദുആ മോൾക്കും നല്ല ഇഷ്ടമാണ്, മോൾക്കും കൊടുക്കലുണ്ട്, നമ്മളും തിന്നലുണ്ട്. അങ്ങനെ അതും അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിന്. പാത്രവും എല്ലാം കഴിഞ്ഞിട്ട് ചെറിയ പണിയെല്ലാം ഇപ്പോൾ ഒന്ന് ഒതുങ്ങിന്. ഫുള്ളൊന്ന് അടിക്കാൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയെല്ലാം ആകുമ്പോഴത്തേക്ക് മാധവട്ടി മീനും കൊണ്ട് വന്ന് കുറേ ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ച് ഇന്ന് പിന്നെ രാവിലെ തന്നെ നമുക്ക് ചോറും കറിയെല്ലാം ആയിനല്ലോ, അപ്പോൾ അത് മതി, ഇതെന്നാൽ എടുത്ത് വെക്കാം പിറ്റേ ദിവസത്തേക്ക് ആയി എന്നല്ല പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിട്ടാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇനി ചോറ് കഴിക്കലാണ്. അപ്പോൾ പിന്നെ കുറച്ച് മോരുണ്ടായിന് ഒരു ദിവസം മുന്നേ ആക്കി വെച്ചത്. ബട്ടർ മിൽക്കില്ലേ, നമ്മൾ ഈ പാട വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബട്ടർ മിൽക്ക് വെച്ചിട്ടാണ് ഈ ഒരു മോരുണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, നല്ല പുളിയും എല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതേപോലെ സോഡ മോര് നല്ല ടേസ്റ്റ് അല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുടിക്കാൻ. അപ്പോൾ വിചാരിച്ചെന്നാലും കുറേ ദിവസമായി വിചാരിക്കുന്നത് ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷേ ഇല്ലേ അതുണ്ടാക്കുമ്പോൾ എപ്പോഴും പുതിന ഇടണം, പുതിന ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കറിച്ചപ്പിലയും പിന്നെ കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയ പീസ് പച്ചമുളക് ഇത്രയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് സോഡയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കലാണ്. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്ക്. നമുക്ക് ഈ മിൽമ മോരെല്ലാം മിൽമാൻ്റെ തൈര് നമ്മൾ മേങ്ങ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ മോരുണ്ടാക്കുന്നില്ലേ, അതിലേക്കും ഇതേപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ദിവസം കിട്ടുന്ന കുറച്ച് പാട വെച്ചിട്ട്
എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. അത് ഫുള്ളാകുമ്പോൾ അതെടുത്തിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. അത് വെച്ചിട്ട് നെയ്യും ബട്ടറും മോരും തൈരും എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ പാല് കുടിക്കുന്ന ടൈമിൽ അതിൽ പാട ഉണ്ടെങ്കിൽ അത് എന്തായാലും തുപ്പിക്കളയലല്ലേ, ആർക്കും അങ്ങനെ അധികം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ പാട. അപ്പോൾ ആ ഒരു കളയുന്ന പാട വെച്ചിട്ട് നമുക്ക് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യെല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ അത് ഒരു സ്പൂൺ വെച്ചിട്ട് മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ചെറിയൊരു ബോക്സിൽ എന്തെങ്കിലും ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫുള്ളാകുമ്പോൾ നല്ല അടിപൊളി മണമുള്ള നല്ല നാടൻ നെയ്യ് കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പോൾ അത് ഞാൻ അധികം ഉണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ കുറച്ചധികം പാട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് കാണിച്ചു തരാം. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അധികം എൻ്റെ വ്ളോഗിലുണ്ട്, സെപ്പറേറ്റ് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഉച്ചയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി. ദുആമോളുണ്ടില്ല നല്ല കളിയിലാണെന്നുള്ളത്. പെണ്ണെല്ലാം പിടിച്ചിട്ട് ഓളെ ഒരു ബൊമ്മനെ കൊണ്ട് ഇങ്ങനെ എഴുതാനെല്ലാം പറയലാന്ന്. ABC അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എഴുതിപ്പിക്കലാന്നോള്. അങ്ങനെ വൈകുന്നേരമെല്ലാമായി. അന്നോർമാനെല്ലാം സ്കൂളിൽ നിന്നെല്ലാം വന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് മഗ്‌രിബെല്ലാം ആയിനിപ്പം ഒരു പഠിക്കാനിരുന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അർമാൻ്റെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ചും എല്ലാം ഉണ്ടായിന്. അതാണ് ദുആമോളുടെ തിന്നുന്നുള്ളത്. നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഏതായാലും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കാൻ മറക്കണ്ട. പിന്നെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പ്രശ്നമില്ല, ഒന്ന് കമൻ്റ് ആക്കുക. ഒരു സ്മൈൽ ഇട്ടാലും മതി. അങ്ങനെയാകുമ്പോൾ നമ്മൾ വീഡിയോ കുറച്ചാളേക്കെങ്കിലും എത്തുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ.